നമസ്കാരം. ഇന്ന് നമുക്ക് പുതിയൊരു ഒബ്ജക്റ്റിന്റെ ഓർത്തോഗ്രാഫ് വ്യൂസ് എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒബ്ജക്റ്റിനെ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിന് നമ്മൾ ഇതുവരെ വരച്ച ഒബ്ജക്റ്റുകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇതില് ഒരു സർക്കുലർ ആയിട്ടുള്ള കർവ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് ഇവിടെയുണ്ട്, അല്ലെങ്കിൽ സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു സിലിണ്ടറിക്കലായിട്ടുള്ള ഒരു ഷേപ്പ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ഒബ്ജക്റ്റിന്റെ ഓർത്തോഗ്രാഫിക് വ്യൂസ് വരച്ചിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടാണ് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഓർത്തോഗ്രാഫിക് വ്യൂസ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒബ്ജക്റ്റിന്റെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ, എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യുന്നത് പോലെ തന്നെ, നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ അളവുകളും അതിന്റെ എല്ലാ ഷേപ്പുകളും നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. ആദ്യം ഇവിടെ നോക്കൂ, ഈ ഒബ്ജക്റ്റിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 100 mm ആണ്. അതിൽ തന്നെ ഈ പോയിന്റ് നിന്ന് ഇവിടേക്ക് 20 mm തന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇവിടേക്ക് 20 mm തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഉള്ള ദൂരം 60 mm ആയിരിക്കും. കാരണം 100 mm ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് രണ്ട് അറ്റങ്ങളിലും 20 mm വീതം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം 40 mm നമുക്ക് മൈനസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് 60 mm അളവ് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ വീതി 30 mm, തിക്നെസ് എന്ന് പറയുന്നത് 10 mm. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ ഒരു ഷേപ്പ് ഇവിടെ ഒരു എലിപ്സിന്റെ, നമുക്കറിയാം എലിപ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് എലിപ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ ക്ലാസ്സുകളിൽ എടുത്തതാണ്. അപ്പൊ ഒരു എലിപ്സിന്റെ പകുതി ഭാഗമാണ്, ഇവിടെ കാണുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സർക്കിളിന്റെ ഐസോമെട്രിക് വ്യൂ, അതായത് ഇങ്ങനെ വരയ്ക്കുന്ന, ഈ രീതിയിൽ വരയ്ക്കുന്ന പിക്ചർ നമുക്കറിയാം. ആ ഐസോമെട്രിക് വ്യൂ ഒരു എലിപ്സ് ആയിരിക്കും. എന്നിട്ട് പറയാം, ഒരു സർക്കിളിന്റെ ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം 30 ഡിഗ്രി 90 ഡിഗ്രി രീതിയിൽ വരയ്ക്കുന്നതാണ് ഐസോമെട്രിക് വ്യൂ. അങ്ങനെ വരയ്ക്കുമ്പോൾ ആ സർക്കിൾ നമുക്ക് ഒരു എലിപ്സ് ആയിട്ടാണ് കിട്ടുന്നത്. അത് എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഐസോമെട്രിക് വ്യൂല് എലിപ്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ യഥാർത്ഥത്തിലുള്ള രൂപം സർക്കിളാണ് എന്നാണ്. ഇത് എലിപ്സ് ആയിട്ടാണ് നമുക്ക് ഇവിടെ തോന്നുന്നതെങ്കിലും, ഇതൊരു ഒബ്ജക്റ്റ് ആയിട്ട് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ആ ഭാഗം എന്ന് പറയുന്നത് വൃത്തമായിരിക്കും. ഇത് പകുതി എലിപ്സ് ആയതുകൊണ്ട് ഇവിടെയുള്ള ഒബ്ജക്റ്റിന്റേത് ഒരു സെമി സർക്കിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ ഉള്ളത് സെമി സർക്കിൾ തന്നെയാണ്, ഈ അറ്റത്തും സെമി സർക്കിൾ തന്നെയാണ്. അപ്പൊ അവിടെ ഒരു പകുതി സർക്കിളിന്റെ നമ്മുടെ ഒരു പൈപ്പ് കട്ട് ചെയ്തിരിക്കുന്നത്, പൈപ്പിനെ നെടുകെ ഛേദിച്ച് അതിന്റെ മുകൾ ഭാഗം മാത്രമാണ് ഇത്. അങ്ങനെ സങ്കല്പിച്ചാൽ മതി. ആ രീതിയിലാണ് ഈ ഒബ്ജക്റ്റിന്റെ ഈ ഭാഗം വെച്ചിരിക്കുന്നത്. ഒരു സിലിണ്ടറിന്റെ നെടുകെ ഛേദിച്ചിട്ട് അതിന്റെ പകുതി ഭാഗം മുകളിൽ, ഒരു പലകയുടെ മുകളിൽ ഘടിപ്പിച്ച പോലെയാണ് ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഈ ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു വട്ടം കൂടി പറയാം. ഒരു സർക്കിളിന്റെ, വൃത്തത്തിന്റെ ഐസോമെട്രിക് വ്യൂ എലിപ്സ് ആയിരിക്കും. അർദ്ധവൃത്തത്തിന്റെ ഒരു പകുതി എലിപ്സ് ആയിരിക്കും. ഐസോമെട്രിക് വ്യൂ പകുതി ഉള്ള എലിപ്സ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഒരു എലിപ്സ് മുഴുവനില്ല, മുഴുവനും കാണിച്ചിട്ടില്ല, പകുതി എലിപ്സ്. മുഴുവൻ വരയ്ക്കുമ്പോൾ എലിപ്സ് ഇങ്ങനെ വരും. ഈ എലിപ്സിന്റെ ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ള പകുതി ഭാഗം മാത്രമേ നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ളൂ. താഴത്തെയുള്ള പകുതി ഭാഗം ഇവിടെ ഇല്ല. ഇതിന്റെ അർത്ഥം ഇവിടെയുള്ള യഥാർത്ഥത്തിലുള്ള ഒബ്ജക്റ്റിന്റെ രൂപം എന്ന് പറയുന്നത് ഒരു സെമി സർക്കിൾ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിന്റെ പകുതി ഭാഗമാണ്. ഇനി നമുക്ക് ഇവിടെ നമുക്ക് സർക്കിൾ ആണെന്ന് മനസ്സിലായി. ഈ സർക്കിളിന്റെ ഒന്നുകിൽ ഡയമീറ്റർ നമുക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ റേഡിയസ് നമുക്കറിയാം.
റേഡിയസോ ഡയമീറ്ററോ. നമുക്കറിയാം ഒരു സർക്കിളിന് ഉള്ള അളവ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റേഡിയസ് ആയിരിക്കും അല്ലെങ്കിൽ ഡയമീറ്റർ ആയിരിക്കും. ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ നമുക്കിവിടെ ഇതൊരു സർക്കിൾ ആണ് അല്ലെങ്കിൽ സെമി സർക്കിൾ ആണ് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു കാര്യം കൂടി നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. ഇതിന് രണ്ട് സെൻട്രൽ ലൈൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ രണ്ട് സെൻട്രൽ ലൈനിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഇവിടെ ഉണ്ട്. കാരണം നമുക്ക് ഒരിക്കലും ഇതൊരു സെമി സർക്കിൾ ആണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ ഈ സെൻട്രൽ ലൈൻസ് ഇവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ സർക്കിൾ ആണെന്ന് ഉറപ്പിക്കണമെങ്കിൽ സെൻട്രൽ ലൈൻസുകൾ ഉണ്ടാവണം. ഒന്ന് വെർട്ടിക്കൽ സെൻട്രൽ ലൈൻ ഉണ്ടാവണം, പിന്നെ ഒന്ന് ഒരു ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈൻസ് ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് ഇതൊരു സെമി സർക്കിളോ അല്ലെങ്കിൽ സർക്കിളോ ആണെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു ആർക്കായിട്ട് വരാം. ഒരിക്കലും ആർക്കിന് ഒരിക്കലും ഇതേപോലെ സെൻട്രൽ ലൈനുകൾ തമ്മിൽ കോയിൻസൈഡ് ചെയ്ത് വരയ്ക്കാറില്ല. കാരണം സെന്റർ പോയിന്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, സെന്റർ പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻട്രൽ ലൈനുകൾ വരയ്ക്കുന്നത്. സെൻട്രൽ ലൈനുകൾ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് സർക്കിളോ സെമി സർക്കിളോ ആയി ഡ്രോയിങ്ങിൽ നമ്മൾ ചിത്രീകരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പാടുള്ളൂ. ഇതാണ് ഇതിന്റെ സെന്റർ എന്ന് മനസ്സിലായി. ഇതാണ് ഇതിന്റെ സെന്റർ. ഇപ്പൊ സെന്റർ പോയിന്റ് എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് തന്നിരിക്കും. ഈ സെന്റർ പോയിന്റിൽ നിന്ന് അതിന്റെ ഈ വൃത്തത്തിന്റെ പരിധിയിലേക്ക് ഈ ദൂരവും ഈ ദൂരവും ഈ ദൂരവും ഇവിടെ അത് വ്യത്യസ്തമായിരിക്കാം. കാരണം അത് ഐസോമെട്രിക്കിലാണ് ഇരിക്കുന്നത് എങ്കിൽ, പക്ഷേ അതിന്റെ ഒബ്ജക്റ്റിന്റെ യഥാർത്ഥത്തിൽ ഇതൊരു സർക്കിൾ ആണ്, സെമി സർക്കിൾ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആയതുകൊണ്ട് അതിന്റെ സെന്ററിൽ നിന്ന് ആ സെമി സർക്കിളിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതിന്റെ വൃത്തത്തിന്റെ എല്ലാ പരിധിയിലേക്കും ഉള്ള ദൂരം തുല്യമായിരിക്കും. അതിനാണ് റേഡിയസ് എന്ന് പറയാം. അപ്പൊ ഈ ദൂരം എത്രയാണ്, 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 അതൊക്കെ സെയിം ആയിരിക്കും. ഇവിടെ അത് വ്യത്യാസമായിരിക്കും. കാരണം അതിനൊരു ഐസോമെട്രിക് ഷേപ്പാണ് ഇട്ടുള്ളത്. എലിപ്സ് ആയതുകൊണ്ട് അത് ഇവിടെ വ്യത്യാസമായിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അത് സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ അതിന്റെ റേഡിയസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം എത്രയാണ് എന്ന് കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരം എത്രയാണ് എന്ന് നമ്മൾ ഈ ഫിഗറിൽ നിന്ന് കണ്ടുപിടിക്കണം. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വൃത്തത്തിന്റെ രണ്ട് റേഡിയസുകൾ ചേർന്നതായതുകൊണ്ട് നമ്മൾ അതിനെ ഡയമീറ്റർ എന്ന് വിളിക്കും. നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിച്ചാൽ മതി. ഡയമീറ്റർ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ പകുതി ദൂരമായിരിക്കും റേഡിയസ്. അപ്പൊ ഇവിടെ ഡയമീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം ടോട്ടൽ ലെങ്ത് 100 ആണ്. 20 ഇവിടെ പോയി, 20 അവിടെ മൈനസ് ആയി കഴിഞ്ഞു. ബാക്കി അവശേഷിക്കുന്നത് 60 മില്ലിമീറ്റർ ആയിരിക്കും ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ദൂരം. അപ്പൊ ഡയമീറ്റർ കിട്ടി 60 എങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് 30 മില്ലിമീറ്റർ ആയിരിക്കും. അധികം നമുക്ക് ഐസോമെട്രിക് വ്യൂകളിലൊക്കെ അധികവും നമുക്ക് ഒബ്ജക്റ്റിന്റെ റേഡിയസ് നമുക്ക് ഡയറക്റ്റ് ഇവിടെ തരാറുണ്ട്. റേഡിയസ് 30 ഇങ്ങനെ സെന്ററിൽ നിന്ന് നമുക്ക് ഡയമെൻഷൻ പഠിച്ചിട്ടാണ്. സെന്ററിൽ നിന്ന് എക്സ്റ്റൻഷൻ ലൈൻ വരച്ചതിന് ശേഷം അതില് റേഡിയസ് മാർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ റേഡിയസ് 30 മില്ലിമീറ്റർ കിട്ടി കഴിഞ്ഞു, കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ സെമി സർക്കിളിന്റെ റേഡിയസ് 30 മില്ലിമീറ്റർ. അതിന്റെ നീളം, ഈ സിലിണ്ടർ ഷേപ്പിന്റെ നീളം 30 മില്ലിമീറ്റർ. ഇനി നമുക്ക് ഒബ്ജക്റ്റിനെ നമുക്കൊന്ന് വരയ്ക്കാൻ തുടങ്ങാം. അപ്പൊ എല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഇനി നമുക്ക് വരച്ചു തുടങ്ങാം. അപ്പൊ നമുക്ക് ഇവിടെ വരയ്ക്കേണ്ട ചോദ്യം തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രകാരമാണ് വരയ്ക്കുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രകാരം F ഡയറക്ഷനുള്ള എലിവേഷൻ പ്ലാൻ. എലിവേഷൻ ആവുമ്പോൾ നമുക്കറിയാം ഇത് ഏത് സൈഡായിട്ട് വരും, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഈ 3 ഓർത്തോഗ്രാഫി യൂസ് ആണ് വരയ്ക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന 4 കള്ളിലേക്ക് മാറ്റുന്നു. അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കാവുന്ന സ്ഥലം കണ്ടെത്തുന്നു. ഫസ്റ്റ് ആംഗിൾ ആണ്, ലെഫ്റ്റ് സൈഡ് ആണ്. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ആംഗിളിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ മുകളിലാണ്. മുകളിൽ തന്നെ 2 കള്ളിയുണ്ട്. അപ്പൊ റൈറ്റ് കള്ളി, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് കള്ളി, ഇതാണ് റൈറ്റ് കള്ളി. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരയ്ക്കുന്നു. പിന്നെ അവശേഷിക്കുന്ന മുകളിലെ കള്ളിയിലാണ്
നമുക്കറിയാം എലിവേഷൻ വരുന്നത്. എലിവേഷൻ എവിടെയാണോ അതിന് നേരെ താഴേക്കാണ് പ്ലാൻ വരുന്നത്. ഓക്കെ, ഇതെല്ലാം ഞാൻ എല്ലാ വീഡിയോയിലും ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ എല്ലാ വീഡിയോ കാണുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ബുദ്ധിയിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ വീഡിയോയിലും ആവർത്തിച്ച് പറയുന്നത്. ഓക്കെ, നമുക്ക് വരച്ചു തുടങ്ങാം. ആദ്യം നമുക്ക് എലിവേഷൻ വരയ്ക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, എലിവേഷൻ ഈ ഒബ്ജക്റ്റിനെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനുശേഷം നമ്മൾ ഇതാണ് ഫ്രണ്ട്. അപ്പൊ നമ്മൾ ഇത് ഫ്രണ്ട് ആകത്തക്ക രീതിയിൽ നമ്മൾ നേരെ നോക്കുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റിന്റെ ഏതൊക്കെ ഫേസുകളായിട്ട് നമുക്ക് കാണാൻ കഴിയാം? തീർച്ചയായിട്ടും നമുക്കിതാ ഈ ഒരു ഷേപ്പാണ് കാണാൻ കഴിയുക. ഒരു ഹമ്പ് പോലെ, ഹമ്പിന്റെ സിമ്പിൾ പോലെയുള്ള അടിയിലൊരു റെക്ടാംഗിൾ ബോക്സ് ഇവിടെ വരയില്ല, കാരണം ഇവിടെ ഒബ്ജക്റ്റ് ആണ്. ഇവിടുന്ന് ഒരു റാ ഷേപ്പിൽ ഈ ഒരു ഷേപ്പ് ആയിരിക്കും നമുക്ക് എലിവേഷൻ ആയിട്ട് കിട്ടുക. അപ്പൊ ഷേപ്പ് എന്താണെന്ന് മനസ്സിലായി. നമുക്ക് വരച്ചു തുടങ്ങാം. നമുക്ക് ഏറ്റവും ബോട്ടം ലൈൻ വരയ്ക്കാം. 100 ആണ് എലിവേഷൻ വരയ്ക്കാനുള്ള സ്ഥലത്ത് ഏറ്റവും ബോട്ടം ലൈൻ ആവശ്യത്തിനുള്ള സ്ഥലങ്ങളെല്ലാം എടുത്തിട്ട് 100 മില്ലിമീറ്ററിൽ ഏറ്റവും ബോട്ടം ലൈൻ വരയ്ക്കുന്നു. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ ഈ ലൈൻ വരച്ചു കഴിഞ്ഞു. ഇവിടെ നിന്ന് 10 മില്ലിമീറ്റർ ഹൈറ്റില് തിക്നെസ് കാണിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ എത്തി കഴിഞ്ഞു. അടുത്ത് 20 മില്ലിമീറ്ററില് നെക്സ്റ്റ് വര. ഇപ്പൊ ഇവിടെ എത്തി കഴിഞ്ഞു. ഇനി വേണ്ട നമുക്കൊരു സെമി സർക്കിൾ ആണ്. അതിനു വേണ്ടി നമുക്കറിയാം സർക്കിൾ വരയ്ക്കാൻ എവിടെയൊക്കെ സർക്കിൾ വരയ്ക്കണോ അവിടെയൊക്കെ നമുക്ക് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സർക്കിളിന്റെ സെന്റർ പോയിന്റ് നമുക്കറിയണം. സർക്കിളിന്റെ സെന്റർ പോയിന്റ് നമുക്ക് അറിയണം. അടുത്തത്, ആ സർക്കിൾ വരയ്ക്കാനുള്ള റേഡിയസ് എത്രയാണെന്ന് അറിയണം. ഒരു സർക്കിൾ വരയ്ക്കാൻ നമുക്ക് അറിയേണ്ട രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ആ സർക്കിളിന്റെ സെന്റർ പോയിന്റ് എവിടെയാണ് എന്നറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് കോമ്പസ് നമുക്ക് അവിടെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയൂ. സെന്റർ പോയിന്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കോമ്പസ് അവിടെ കുത്താൻ കഴിയൂ. അതിനുശേഷം രണ്ടാമതായിട്ട് അറിയേണ്ടത് അളവ്. എന്ന് പറയുന്നത്, ഒരു സർക്കിളിന്റെ അളവ് എന്ന് പറയുന്നത് റേഡിയസ്. അപ്പൊ റേഡിയസും സെന്റർ പോയിന്റും അറിഞ്ഞാൽ മാത്രമേ ഒരു സർക്കിൾ അല്ലെങ്കിൽ സെമി സർക്കിൾ വരയ്ക്കാൻ സാധിക്കൂ. ആർക്കായാലും ചാപമായാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇതുവരെ വരച്ചു കഴിഞ്ഞു. നമുക്ക് ഇവിടെ നിന്ന് സെമി സർക്കിൾ വരയ്ക്കണമെങ്കിൽ അതിന്റെ സെന്റർ പോയിന്റ് ആണ് അറിയേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമുക്കറിയാം ഈ പോയിന്റ് വരെ നമ്മൾ വരച്ചെത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് സെന്റർ പോയിന്റ് എന്ന് പറയുന്ന ഈ പോയിന്റിലേക്കുള്ള ദൂരം നമുക്കറിയാം. അതിന്റെ റേഡിയസ് ആയ 30 മില്ലിമീറ്റർ ആണ്. നമുക്കറിയാം ഇവിടുന്ന് ഇതുവരെ 60 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ ദൂരം അതിന്റെ പകുതിയായ 30 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും 30 മില്ലിമീറ്ററിൽ ഒരു പോയിന്റ് നേരെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സെന്റർ ലൈൻ വരയ്ക്കാം. കാരണം ഈ ലൈനിൽ നമുക്ക് സെന്റർ ലൈൻ വരയ്ക്കാനുള്ള ലൈനിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ലൈൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെയിൻ, തീം, ഷോർട്ട് ഡാഷ് ഇന്റർവൽ, ലോങ് ഡാഷ് ഇന്റർവൽ, ഷോർട്ട് ഡാഷ്, വീണ്ടും ലോങ് ഡാഷ്. അങ്ങനെയാണ് അതിന്റെ സെന്റർ ലൈൻ വരയ്ക്കുക. ഓക്കെ, സെന്റർ ലൈൻ വരച്ചു കഴിഞ്ഞ് ആ സെന്റർ ലൈൻ നമ്മൾ 30 മില്ലിമീറ്ററിൽ നമ്മുടെ സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അവിടെ സെന്റർ ആക്കിക്കൊണ്ട്, കോമ്പസ് സെന്റർ ആക്കിക്കൊണ്ട്, റേഡിയസ് എത്രയാണ്? 30 മില്ലിമീറ്റർ. 30 മില്ലിമീറ്റർ റേഡിയസ് കോമ്പസിൽ എടുത്തുകൊണ്ട് ഇവിടെ സെന്റർ ആക്കി ഒരു സെമി സർക്കിള് നമ്മളിവിടെ വരയ്ക്കുന്നു. സെമി സർക്കിൾ വരയ്ക്കുന്നു. നമുക്ക് ഈ 30 ടോട്ടൽ 60. ഇനി നമുക്ക് വേണ്ടത് ഈ 20 മില്ലിമീറ്ററിന്റെ ലൈനാണ്. നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞു. 10. അപ്പൊ നമുക്ക് എലിവേഷൻ ഓക്കെ. ഇനി സർക്കിൾ ആയതുകൊണ്ട്, സെമി സർക്കിൾ ആയതുകൊണ്ട് നമ്മൾ സെന്റർ ലൈൻ വരയ്ക്കേണ്ടത് നിർബന്ധമാണ്. അപ്പൊ സെന്റർ ലൈൻ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ടും സെന്റർ ലൈൻ വരയ്ക്കേണ്ടതാണ്. വെർട്ടിക്കൽ സെന്റർ ലൈൻ വരച്ചു. അപ്പൊ നമുക്ക് ഇവിടെ വരച്ച എലിവേഷൻ ഓക്കെ. ഇനി നമ്മൾ ഏതെങ്കിലും ഫേസുകൾ ഇനി വരയ്ക്കാൻ ബാക്കിയുണ്ടോ? ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഫേസുകൾ കാണുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഈ ഭാഗം കാണും? ഒരിക്കലും കാണില്ല. കാരണം ഇതെന്ന് പറയുന്നത്
ഈ ഫേസിന്റെ അതേ ലെവലിലാണ്. അതുകൊണ്ട് ഈ എഡ്ജിന്റെ അതേ ലെവലിലുള്ള ഒരു കർവ്ഡ് ആയിട്ടാണ് ഇത് വരും. അപ്പൊ നമുക്ക് ഒരിക്കലും ഇത് മാത്രമേ കാണാൻ കഴിയുള്ളൂ, ഇത് കാണാൻ കഴിയില്ല. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വരയ്ക്കേണ്ടത് പ്ലാൻ വരയ്ക്കാം. പ്ലാൻ വരയ്ക്കുന്നതിന് നമുക്കറിയാം, 2 ലൈൻസ് വരച്ചു വെച്ചു. അടുത്തത് ടോപ്പിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ഫേസുകളാണ് കാണാൻ കഴിയുന്നത്? ഇവിടെ നമുക്ക് ടോപ്പിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഫേസ് കാണാൻ കഴിയും, ഈ ഫേസ് കാണാൻ കഴിയും. അടുത്തത് അതുപോലെ തന്നെ ഇവിടെയുള്ള ഫേസ്, ഇതേപോലുള്ള ഫേസ് ഇവിടെയുണ്ട്, അതും കാണാൻ കഴിയും. ഇവിടെ നമുക്കത് മുഴുവനും വരയ്ക്കാൻ സാധ്യമല്ല, അതിന്റെ ബാക്കി ഭാഗം അപ്പുറത്തുണ്ട്. പക്ഷെ മോളിൽ നോക്കുന്ന സമയത്ത്, ടോപ്പിൽ നോക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് ആയിട്ട് കാണാൻ കഴിയും, ഇത് കാണാൻ കഴിയും. പിന്നീട് എന്താ കാണാൻ കഴിയാം? പിന്നീട് കാണാൻ കഴിയുന്നത് ഈ കർവ്ഡ് ആയിരിക്കുന്ന ഇതൊരു ഈ ബുക്ക് ഇങ്ങനെയാണെങ്കിൽ, ഇങ്ങനെയാണ് വിചാരിക്കുക, ഇങ്ങനെയാണ് സങ്കല്പിക്കുക. ഇതേപോലെയുള്ള ഇതിന്റെ ഈ കർവ്ഡ് ആയിരിക്കുന്ന സർഫസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഈ കർവ്ഡ് സർഫസ് നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കുന്നു, എങ്ങനെ കാണുന്നു എന്നതാണ് അടുത്തത്. ഇത് കാണുന്നത് നമുക്ക് ഈ എൻഡ് മുതല് ഈ എൻഡ് വരെ ഈ സിലിണ്ടറിക്കൽ ഷേപ്പിന്റെ പകുതി സിലിണ്ടർ ആണുള്ളൂ. ഈ സിലിണ്ടറിക്കൽ ഷേപ്പിന്റെ നമുക്ക് എക്സ്ട്രീം എൻഡ് എന്ന് പറയുന്നത് ഇതാണ്, ഈ പോയിന്റ്. അതുപോലെ തന്നെ ഈ സൈഡ്, റൈറ്റ് സൈഡിലെ എക്സ്ട്രീം എൻഡ് എന്ന് പറയുന്നത് ഇതാണ്. ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഒരു കർവ്ഡ് അല്ലേ ഇത്? ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഒരു ഫ്ലാറ്റ് സർഫസ് ആയിട്ടാണ് നമുക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. ഇത് ഫ്ലാറ്റ് ആയിട്ടാണ് തോന്നുന്നത്, അല്ലെങ്കിൽ റെക്ടാംഗിൾ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെയുള്ള ഒരു റെക്ടാംഗിളോ അല്ലെങ്കിൽ സ്ക്വയറോ ആയിട്ടായിരിക്കും, അതായത് ഇവിടെ ഫ്ലാറ്റ് ആയിട്ടായിരിക്കും നമുക്ക് മുകളിൽ നോക്കിയാൽ തോന്നുന്നത്. കാരണം ഈ ഒരു ഉയർച്ച, ഈ ഒരു കർവ്ഡ് നമുക്ക് എവിടുന്ന് കാണാൻ സാധിക്കില്ല, മുകളിൽ നോക്കിയാൽ കാണാൻ സാധിക്കില്ല. അത് കാണുന്നത് എവിടുന്നായിരിക്കും? അത് കാണുന്നത് ഫ്രണ്ട് വ്യൂ മാത്രമേ നമുക്ക് ഈ ഒരു കർവ്ഡ് ഷേപ്പ് കാണാൻ സാധിക്കുള്ളൂ. ടോപ്പിൽ നോക്കുമ്പോൾ നമുക്ക് ഇത് ഫ്ലാറ്റ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ ഫ്ലാറ്റ് സർഫസിന്റെ നീളം എന്ന് പറയുന്നത് 30 മില്ലിമീറ്റർ, വീതി എന്ന് പറയുന്നത് 60 മില്ലിമീറ്റർ ആയിരിക്കും. ഈ ആർക്കിന്റെ ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ ഉള്ളതായിരിക്കും അതിന്റെ നീളം അല്ലെങ്കിൽ വീതി വരും. നമുക്ക് 60 ആയിരിക്കും. നമുക്കറിയാം ഇത് അതിന്റെ ഡയമീറ്റർ ആണ്. ഡയമീറ്ററിന്റെ അളവ് 60 ആണെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ നമുക്കത് ഇവിടെ വരയ്ക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ടോപ്പിൽ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ടോട്ടൽ നീളം 100 mm. അപ്പൊ നമുക്കിവിടെ 100 mm വരയ്ക്കുന്നു. നമ്മൾ ഏറ്റവും ടോപ്പ് ലൈൻ വരച്ചു. ഇതാണ് ടോപ്പ് ലൈൻ. ഇത് 20. ഇവിടെ നിന്ന് മുതൽ ഇതിന്റെ അതേ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ഇവിടെ ഉണ്ട്. ഡോട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. കാണാൻ കഴിയാത്ത പോയിന്റുകളാണ്. ഡോട്ട് ലൈൻ വരച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഈ പോയിന്റ് മുതൽ അപ്പുറത്തുള്ള ഈ പോയിന്റ് വരെയുള്ള ദൂരം 60 മില്ലിമീറ്റർ കിട്ടി. ഇതേ അളവ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ഇനി 20 മില്ലിമീറ്റർ. അപ്പൊ 20 + 60 + 20, അത് 3 ലൈൻ കൂടി ചേർന്നുള്ള ലൈനാണ് ഈ 100 mm ലൈൻ. അപ്പൊ നമുക്ക് ഈ 20 മാർക്ക് ചെയ്യണമെങ്കിൽ ആ 20 ആണ് ഈ 20 നേരെ നമുക്ക് താഴേക്ക് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടും. ഈ 20 ഇവിടെ കിട്ടി. ഇനി ഈ 60, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ, ഈ 2 പോയിന്റുകൾ ഇതല്ലേ? ഇത് നമുക്ക് പ്ലാനിൽ കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിനെ നേരെ പ്രൊജക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ പ്ലാനിൽ തന്നെ 20, 60, 20 എന്ന് മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ എലിവേഷനിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് പഠിക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് 30 മില്ലിമീറ്ററിന്റെ വീതിയാണ്. നമുക്കറിയാം ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ 30. നമ്മള് ഈ ലൈൻ വരച്ചു കഴിഞ്ഞു. ഇനി വീണ്ടും നമുക്ക് ഇതേ 100 mm നീളത്തിലുള്ള സൈഡ് താഴെയും വരയ്ക്കണം. അതായത് ഈ ലൈനും 20 മില്ലിമീറ്റർ ഈ ലൈനും 60 മില്ലിമീറ്ററിന്റെ ഈ ഒരു കർവും
ഈ കർവിന്റെ നീളം എന്ന് പറയുന്നത് ഈ 60 ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഈ 60 പ്ലസ് ഈ 20 ഈ 3 ലൈനും കൂടി നമുക്ക് ചേർന്ന് ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് എത്ര നീളമുള്ളത് 100 മില്ലിമീറ്റർ നീളമുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇത് ആക്ച്വലി ഇവിടെ എത്ര ലൈനുകളുണ്ട്? 2 ലൈൻ ഇവിടെയുണ്ട്, സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഈ ലൈനും ഈ ലൈനും. അത് കൂടാതെ നടുവിലൊരു കർവ്ഡ് ലൈനും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഈ 20 മില്ലിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യാം. അതായത് ഈ 20 മില്ലിമീറ്റർ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു, ഈ 20 മില്ലിമീറ്റർ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ മാർക്ക് ചെയ്തു. പിന്നെ അവശേഷിച്ചതിന്റെ ഇടയിലുള്ള ഈ ദൂരം 60 മില്ലിമീറ്റർ. ഈ 60 മില്ലിമീറ്റർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ അല്ല ഒരിക്കലും. അത് ടോപ്പ് വ്യൂവിൽ മാത്രമേ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തോന്നുന്നുള്ളൂ. ആക്ച്വലി ഇതെന്താണ്? ഇതൊരു കർവ്ഡ് ലൈനാണ്, അല്ലെങ്കിൽ ഒരു സെമി സർക്കിളിന്റെ ഭാഗമാണ്. അത് എന്തുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ നോക്കൂ, എന്റെ കയ്യിലൊരു സർക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സർക്കുലർ പ്ലെയിൻ ഉണ്ട്. നമുക്കറിയാം പ്ലെയിനിന്റെ പ്രത്യേകതയെ കുറിച്ച് ഞാൻ മറ്റുള്ള വീഡിയോയിൽ പറഞ്ഞതാണ്. ഇവിടെ എന്റെ കയ്യിൽ ഒരു സർക്കുലർ ഷേപ്പിലുള്ള പ്ലെയിൻ ആണ്, അല്ലെങ്കിൽ സർക്കിളാണ്. ഈ സർക്കിളിന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഈ സർക്കിള് എന്റെ മുഖത്തിന് നേരെ വെർട്ടിക്കലായി ഈ രീതിയിൽ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റിനുള്ള ഈ ഫേസ് ഇതൊരു സെമി സർക്കിൾ ആണ്, ഇത് ഫുൾ സർക്കിൾ ആണ്. ഈ സെമി സർക്കിൾ ഇരിക്കുന്ന അതേപോലെ നമ്മൾ എന്റെ ഫ്രണ്ടിലായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും വരിക? നമുക്കറിയാം ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഒരു കറക്റ്റ് വൃത്തമായിരിക്കും. ഇതിന്റെ റേഡിയസ് എത്രയാണോ, ഡയമീറ്റർ എത്രയാണോ, അതേ അളവിലുള്ള ഒരു വൃത്തത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതേ സർക്കിളിൽ തന്നെ ടോപ്പ് വ്യൂ പോയി കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ടോപ്പ് വ്യൂല് ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ ഉള്ള നീളമുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ഈ എൻഡ് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഫ്രണ്ടിൽ തിരിച്ചു തരാം. ഈ സൈഡിലുള്ള എക്സ്ട്രീം എൻഡ് മുതൽ ഈ സൈഡിലുള്ള എക്സ്ട്രീം പോയിന്റ് വരെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ്, ആ അളവിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് ടോപ്പ് വ്യൂവിൽ കാണാൻ സാധിക്കുക. ആ ലൈൻ എന്ന് പറയുന്നത് ഈ വൃത്തത്തിന്റെ ഡയമീറ്ററിന് തുല്യമായിരിക്കും. കാരണം ഈ ഒരു വൃത്തത്തിനകത്ത് വരയ്ക്കാൻ കഴിയുന്ന മാക്സിമം നീളമുള്ള രേഖ എന്ന് പറയുന്നത് അതിന്റെ ഡയമീറ്റർ ആയിരിക്കും. ഇപ്പൊ ഡയമീറ്റർ എത്രയാണോ ആ നീളത്തിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റിന്റെ ഈ സർക്കിളിന്റെ സെമി സർക്കിളിന്റെ ഈ ഭാഗം എന്ന് പറയുന്നത് ടോപ്പ് വ്യൂവിൽ നമുക്ക് ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ, അല്ലെങ്കിൽ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ നീളമുള്ള ഒരു ലൈൻ ആയിട്ട് കിട്ടും. അത് എന്ന് പറയുന്നത് ഡയമീറ്ററിന് തുല്യമായിരിക്കും. ഇവിടെ ഡയമീറ്റർ 60 മില്ലിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് ഈ പോയിന്റ് മുതൽ, അതായത് ഈ പോയിന്റ് വരെ, അതായത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടുന്നു. അതിന്റെ നീളം എന്ന് പറയുന്നത് ഡയമീറ്റർ 60. ഇങ്ങനെയാണ് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് മുകളിലും സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നത്. അത് ഇവിടെ നമുക്കറിയാം ഈ പോയിന്റ് ഇതാ, ഇവിടെ ഈ പോയിന്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഈ പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കാത്ത, ഐസോമെട്രിക് വ്യൂല് കാണാൻ സാധിക്കാത്ത, ഞാനത് ഡോട്ട് ലൈൻ ആയിട്ട് കാണിച്ചിട്ടുള്ള ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ്, ക്ഷമിക്കണം, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ, അതായത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള കർവ്ഡ് ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടുന്നു. 60 മീറ്റർ നീളമുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടുന്നു. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത്, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് ഈ എഡ്ജും അതുപോലെ ഇതിന്റെ പിറകുവശത്തുള്ള ഈ ഡോട്ട് ലൈനെ കാണിച്ചിട്ട് ഈ എഡ്ജ് നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. നമുക്ക് ഈ രണ്ട് എഡ്ജുകൾ ടോപ്പ് വ്യൂവിൽ കാണാൻ സാധിക്കുമോ എന്നതൊരു സംശയമായിട്ട് നമുക്ക് തോന്നും. അത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പോയിന്റ് കാണാൻ സാധിക്കും. കാരണം ഈ വൃത്തത്തിന്റെ, ഈ സെമി സർക്കിളിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള അറ്റത്ത് കാണുന്ന പോയിന്റാണ് ഇത്. അതുപോലെ ഈ സർക്കിളിന്റെ, സെമി സർക്കിളിന്റെ എക്സ്ട്രീമിൽ കാണുന്ന പോയിന്റാണ് ഇത്. ഈ രണ്ട് പോയിന്റുകൾ കാണാൻ സാധിക്കുമെങ്കിൽ ആ പോയിന്റുകൾ തമ്മിൽ ജോയിന്റ് ആയിട്ടുള്ള ആ കോർണർ അല്ലെങ്കിൽ ആ എഡ്ജ് നമുക്ക് കാണാൻ സാധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള
എഡ്ജ് നമ്മൾ ടോപ്പ് വ്യൂ കാണുന്നു. അതേപോലെ തന്നെ അതിന്റെ പിറകുവശത്തുള്ള ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് രണ്ട് പോയിന്റുകൾ. അപ്പോ അത് നമ്മൾ ജോയിന്റ് ആയി കിടക്കുന്ന ഈ എഡ്ജും ആ കോർണറും നമ്മൾ കാണുന്നു. ഇപ്പൊ നമുക്ക് ടോപ്പ് വ്യൂല് 3 റെക്ടാംഗിൾസ് കിട്ടി. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഈ 2 റെക്ടാംഗിൾ മാത്രമേ യഥാർത്ഥത്തിൽ റെക്ടാംഗിൾ ആയിട്ടുള്ളൂ. ഒബ്ജക്റ്റിന്റെ ഈ നടുവിൽ കാണുന്ന റെക്ടാംഗിൾ എന്ന് പറയുന്നത് ഇതൊരു കർവ്ഡ് സർഫസ് ആണ്, അല്ലെങ്കിൽ സിലിണ്ടറിന്റെ പകുതി ഭാഗം. ഓക്കെ, അതൊരു ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയിരിക്കും. ഇനി നമുക്ക് അടുത്തത് അറിയാം. നമുക്ക് ഇനി സൈഡിലേക്ക് ഇറക്കാം. ലെഫ്റ്റ് സൈഡ് വ്യൂ. ലെഫ്റ്റ് സൈഡ് വരയ്ക്കുന്നതിനായിട്ട് നമ്മൾ ബോട്ടം ലൈനിൽ നിന്നും ഏറ്റവും ഉയരത്തിലുള്ള ഏറ്റവും എക്സ്ട്രീം പോയിന്റ് ഏതാണോ അവിടെ നിന്നും 2 സ്ട്രേറ്റ് ലൈൻ സൈഡിൽ വരയ്ക്കേണ്ട സ്ഥലത്തേക്ക് വരയ്ക്കുന്നു. അടുത്തതായിട്ട് ടോപ്പ് വ്യൂ. ഏറ്റവും ടോപ്പിൽ നിന്നും ബോട്ടമിൽ നിന്നും 2 ലൈൻ വരയ്ക്കുന്നു. കോമ്പസ് സെന്റർ ആക്കിക്കൊണ്ട് ആർക്ക് വരയ്ക്കുന്നു. നേരെ ഉള്ളിലേക്ക് വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുന്നു. അപ്പൊ നമുക്ക് ഒരു റെക്ടാംഗിൾ കിട്ടുന്നു. ഇതാണ് നമ്മുടെ സൈഡ് വ്യൂ വരയ്ക്കാനുള്ള ഔട്ട്ലൈൻ. ഇതിനകത്താണ് സൈഡ് വ്യൂ വരുന്നത്. ഇനി ഇപ്പൊ സൈഡ് വ്യൂ വരയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഈ ഒബ്ജക്റ്റിന്റെ സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു. അവിടെ നോക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഈ ഒരു ഫേസ് ആണ് കാണുന്നത്. ഈ ഫേസ് ഒരു റെക്ടാംഗിൾ ഷേപ്പാണ്. റെക്ടാംഗിളിന്റെ നീളവും വീതിയും നമുക്കറിയാം 30 മില്ലിമീറ്റർ നീളം, 10 മില്ലിമീറ്റർ തിക്നെസ് അല്ലെങ്കിൽ ഹൈറ്റ്. അപ്പൊ നമുക്ക് 30, 10. ഇവിടെ നമുക്ക് ഏറ്റവും ബോട്ടം ലൈൻ 30 ആണ്. അത് നമുക്കിവിടെ ഓൾറെഡി കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇതേ എഡ്ജ് തന്നെ നമ്മൾ പ്ലാനിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ എഡ്ജാണ് ഈ എഡ്ജ്. അപ്പൊ ഈ എഡ്ജിന്റെ താഴെയുള്ള ഈ എഡ്ജും 30 തന്നെയാണ്. ഈ എഡ്ജിനെ നമ്മൾ നേരെ പ്രൊജക്ട് ചെയ്ത് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓൾറെഡി 30 മില്ലിമീറ്റർ ആയിട്ട് കിട്ടുന്നുണ്ട്. അടുത്തത് ഈ 10 മില്ലിമീറ്റർ തിക്നെസ് ആണ്. ഇനി നമുക്ക് ഈ എഡ്ജ്, അതായത് ഇവിടെ 10 മില്ലിമീറ്റർ വരയ്ക്കുന്നതിനായിട്ട് ഇതേ എഡ്ജ് തന്നെ നമ്മൾ എലിവേഷനിലും കിട്ടുന്നുണ്ട്. എലിവേഷനിലെ ഈ എഡ്ജ് എന്ന് പറയുന്നത് അത് ഇതാണ്. ഈ എഡ്ജാണ് എലിവേഷന്റെ ഈ എഡ്ജ്. ഇത് തന്നെയാണ് സൈഡ് വ്യൂ നമ്മൾ വരയ്ക്കാൻ പോണ ഇവിടുത്തെ എഡ്ജ്. അപ്പൊ അത് വരയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ പോയിന്റ് നിന്ന് നേരെ പ്രൊജക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ പോയിന്റ് കിട്ടി. ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് 10 മില്ലിമീറ്റർ തിക്നെസ് കിട്ടുന്നു. അതല്ലെങ്കിൽ നമുക്ക് ഈ പോയിന്റിന് 10 മില്ലിമീറ്റർ ഉയരം എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യുന്നു, വരയ്ക്കുന്നു. വീണ്ടും നമ്മൾ അതിനെ റെക്ടാംഗിൾ ആക്കി മാറ്റും. ഇപ്പൊ നമുക്ക് സൈഡ് വ്യൂവിലെ റെക്ടാംഗിൾ കിട്ടി കഴിഞ്ഞു. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ഇത് മാത്രമാണോ നമുക്ക് സൈഡ് വ്യൂവില് കാണാൻ സാധിക്കുന്ന ഫേസ്? ഇതല്ലാതെ നമുക്ക് ഈ കർവ്ഡ് സിലിണ്ടറിന്റെ ഈ ഒരു കർവ്ഡ് സർഫസ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മള് ടോപ്പ് വ്യൂല് പറഞ്ഞതുപോലെ തന്നെ സൈഡ് വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ എത്ര ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുക? സൈഡ് വ്യൂ നമുക്ക് ഈ കർവ്ഡ് സർഫസിന്റെ ഈ പോയിന്റ് മുതൽ ഈ ഭാഗം വരുന്ന ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇതിന്റെ പകുതി ഭാഗം നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ ഇതിന്റെ ടോപ്പ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു സർക്കിളിന്റെ സെമി സർക്കിളിന്റെ ഏറ്റവും ടോപ്പിലുള്ള പോയിന്റ്, ഈ സെന്റർ ലൈൻ വന്ന് നിൽക്കുന്ന പോയിന്റ്. ഇതിന് ഇവിടേക്കുള്ള ഭാഗം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. പിറകുവശമുള്ള ഭാഗം നമുക്ക് സൈഡിൽ കാണാൻ സാധിക്കില്ല. അപ്പോ എങ്കിൽ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് സൈഡ് വ്യൂല് കാണാൻ സാധിക്കുന്ന ഈ സിലിണ്ടറിക്കൽ ഷേപ്പിന്റെ സർഫസ് ആയിട്ട് വരുന്നുള്ളൂ. ഇതെങ്ങനെ വരയ്ക്കണം? നമുക്കറിയാം, ഇതൊരു കർവ്ഡ് ലൈനാണ്. ഈ കർവ്ഡ് ലൈൻ നമുക്ക് സൈഡ് നോക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടുക. സ്ട്രെയിറ്റ് ലൈൻ നീളം എന്ന് പറയുന്നത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് 30 മില്ലിമീറ്റർ. ഇതിന്റെ റേഡിയസിന് തുല്യമായ 30 മില്ലിമീറ്റർ. ഇതൊരു സർക്കിളിന്റെ ക്വാർട്ടർ സർക്കിളിന്റെ കർവാണ്. ഒരു കാൽവട്ടത്തിന്റെ കർവ്ഡാണ്. അതായത് അതിന്റെ റേഡിയസ് തുല്യമായ ഉയരത്തിലായിരിക്കും ഈ കർവ്ഡ് ലൈനിന്റെ ലെങ്ത് കിട്ടുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിന്റെ പ്രൊജക്റ്റിന്റെ എത്ര ഉയരമാണ് നമുക്ക് ഈ കർവ് ലൈൻ കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ കർവ് ലൈനും
നമുക്കൊരു 30 മില്ലിമീറ്റർ ഉയരമുള്ള സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നത്. ഇനി ഈ ലൈൻ നേരെ പാരലായിട്ട് ഇവിടെ കാണുന്നു. അപ്പൊ നമുക്ക് ഈ കർവ്ഡ് സർഫസ് നമുക്ക് ഇങ്ങനെ ഒരു റെക്ടാംഗിൾ ഷേപ്പിലാണ് കിട്ടുന്നത്. ക്ഷമിക്കണം, സ്ക്വയർ ഷേപ്പിലാണ് കിട്ടുന്നത്. കാരണം ഇതിന്റെ നീളവും ഉയരവും 30-30 ആയതുകൊണ്ട് ഇതൊരു സ്ക്വയർ ഷേപ്പാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ കർവ്ഡ് സർഫസ് നമുക്ക് 30 നീളമുള്ള ഒരു സ്ക്വയർ ഷേപ്പ് ആയിട്ടാണ് കിട്ടുക. ഓക്കെ, അതിനെ നമുക്ക് സൈഡിൽ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ 30 ഉയരമുള്ള പോയിന്റ്. ഈ കർവ്ഡ് ലൈൻ ആണ് നമുക്ക് ആവശ്യമുള്ള സ്ട്രെയിറ്റ് ലൈൻ. അതും 30 ആണ്. അതുപോലെ തന്നെ നീളം, ഈ നീളം എന്ന് പറയുന്നത് 30 ഉള്ള ഒരു സ്ക്വയർ ആയിട്ടാണ് ഈ കർവ്ഡ് സർഫസ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് സൈഡിൽ വരയ്ക്കുന്നത്. ഇത് ആക്ച്വലി ഒരു സ്ക്വയർ അല്ല, കർവ്ഡ് സർഫസ് ആണ്. സൈഡിൽ നോക്കുന്ന സമയത്താണ് അത് സ്ക്വയർ ആയിട്ട് തോന്നുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സർക്കിളിന്റെ ഓരോ ഭാഗത്തും നോക്കുമ്പോൾ ഓരോ വ്യൂയിലും അതിനെ വ്യത്യസ്ത രീതിയിൽ കാണുന്നു. സർക്കിൾ നമ്മുടെ കണ്ണിന് നേരെ ഇരിക്കുന്നെങ്കിൽ അതിന്റെ യഥാർത്ഥത്തിലുള്ള അളവിലുള്ള സർക്കിൾ കാണുന്നു. അതല്ലെങ്കിൽ മറ്റുള്ള വ്യൂവിൽ അതൊക്കെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ അളവ് എന്ന് പറയുന്നത് ഡയമീറ്ററിന് തുല്യമായിരിക്കും. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ഇത് മനസ്സിലായി കരുതും. നമുക്ക് സർക്കിൾ കൂടുതൽ സർക്കിൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റുള്ള ഒബ്ജക്റ്റുകളെ കുറിച്ച് നമുക്ക് വരും വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇത് മനസ്സിലായി കഴിഞ്ഞു വിചാരിക്കുന്നു.